പരിശുദ്ധ ഖുർആൻ ഇസ്ലാമാണ് സത്യമെന്നും ഇസ്ലാം സ്വീകരിച്ചവരാണ് സ്വർഗ്ഗത്തിൽ പോവുക എന്നുമെല്ലാം പറയുന്നുണ്ട്. അത് തികഞ്ഞ വർഗീയതയല്ലേ എന്നാണ് ചോദ്യം. മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മുസ്ലിങ്ങളുടെ മതമാണ് മതം എന്നാണോ? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബിഈന എന്ന് തുടങ്ങുന്ന വചനം ഏത് വിഭാഗത്തിലാണെങ്കിലും നിങ്ങൾ സർവ്വലോക രക്ഷിതാവിൽ യഥാരൂപത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണോ? പടച്ചതമ്പുരാൻ പറഞ്ഞ, പടച്ചവൻ കൽപ്പിച്ച എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾ ജീവിതത്തിലുണ്ടോ? പടച്ചവൻ കൽപ്പിച്ച ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ? അത്തരക്കാരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ സ്വർഗ്ഗത്തിന്റെ ആളുകളായി പറയുന്നത്. ഒരു ഹൈന്ദവ സുഹൃത്ത് രാജേഷിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. മോക്ഷം ലഭിക്കണമെങ്കിൽ ഇസ്ലാം തന്നെ സ്വീകരിക്കണമെന്നുണ്ടോ? ഒരു ശുദ്ധനായ സാംസ്കാരിക ബോധമുള്ള ധർമ്മബോധമുള്ള ഒരു നല്ലൊരു ഹിന്ദുവിന് അവൻ ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവനും മോക്ഷം ലഭിക്കില്ലേ? ഇസ്ലാം തന്നെ വേണം എന്നുണ്ടോ? മോക്ഷം നേടണമെങ്കിൽ ഇസ്ലാം തന്നെ വേണമോ എന്നാണ് ചോദ്യം. ഉത്തരം വേണം എന്നാണ്. എന്തുകൊണ്ടാണത്? അതിനുള്ള ഉത്തരം, ആരാണോ മോക്ഷം നൽകുന്നത് അവൻ മോക്ഷത്തിന് വേണ്ടി, മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ഒരേ ഒരു ആദർശമാണ് ഇസ്ലാം എന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിലെ സ്വർഗം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മോക്ഷ സിദ്ധാന്തം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇതര മതസ്ഥരോടുള്ള മറ്റു പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അമുസ്ലിങ്ങളോടുള്ള സമീപനം, അവരെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സാഹിബ് കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം പുതിയൊരു തംബ്നെയിലൊക്കെ ഉണ്ടാക്കി ഇന്ന് അപ്ലോഡ് ചെയ്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നോ ഇന്നലെയോ. വിഷയം ഇസ്ലാമിന്റെ മറ്റു മനുഷ്യരോടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ദൈവിക ചിന്ത വളരെ വർഗീയമായ, വളരെ ഗോത്രീയമായ ഒരു ചിന്തയാണെന്നും അതിലൊരു വിശാല മാനവികത ഇല്ല എന്നും ഇസ്ലാമിന്റെ മോക്ഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം ആണോ അല്ലേ എന്നതുകൂടി പരിഗണിച്ചിട്ടാണ് കൊടുക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം അതിന് കോവിഡ് കാലത്ത് പറയുന്ന മറുപടി വളരെ പൊതിഞ്ഞു കെട്ടി നേർക്കുനേർ പറയാതെ, എന്നാൽ ഇത് പറയും വേണം മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, മോക്ഷം കിട്ടണമെങ്കിൽ മുസ്ലിം ആവണം, ഏതെങ്കിലും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായ പോരാ, ഒരാൾ ദൈവവിശ്വാസിയാവുകയും അതായത് ഈ പ്രപഞ്ചത്തിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ശക്തിയായ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും യാതൊരു പ്രശ്നങ്ങളും, ആരോടും ഒരു ഉപദ്രവോ ഒരു തെറ്റായ കാര്യങ്ങളോ, പൊതുവെ മതങ്ങൾ തെറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ എല്ലാവരെയും സഹായിച്ച് എല്ലാവർക്കും വേണ്ടി ജീവിച്ച് പറ്റുന്ന രീതിയിൽ ആളുകളെ സഹായിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ, അങ്ങനെ ധാർമ്മികനായി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരാൾ ജീവിതകാലം മുഴുവൻ ഇസ്ലാമിന്റെ കണക്കനുസരിച്ചിട്ടുള്ള ഒരു തെറ്റും ചെയ്യാതിരിക്കുകയും ഇസ്ലാമിന്റെ കണക്കനുസരിച്ചിട്ടുള്ള സകല നന്മകളും ചെയ്യുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കട്ടെ. പക്ഷെ അയാള് അള്ളാഹു എന്ന ദൈവത്തെ വിളിച്ചില്ല, മുഹമ്മദിന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഗണിച്ചില്ല. അതല്ലാതെ തന്നെ അതിനേക്കാളും മികച്ച മൂല്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മൂല്യങ്ങളും കൂടി ചേർത്തു. പക്ഷേ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനോട് മാത്രമാണ് നമ്മൾ വിധേയപ്പെടേണ്ടതുള്ളൂ എന്നും വിചാരിച്ചു. യാതൊരു പുരോഹിതനോടും വിധേയത്വം പ്രകടിപ്പിച്ചില്ല, ഒരു രാഷ്ട്രീയ നേതാവിനോടും വിധേയത്വം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ സ്വസ്ഥമായി സമാധാനമായി എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഒരാൾ ജീവിച്ചു. പക്ഷെ അയാൾ ദൈവത്തിന് അള്ളാഹു എന്ന് വിളിച്ചില്ല. ഇതാണ് ഒരു സിനാരിയോ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് സ്വർഗത്തിൽ പോകുമോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ പോവില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്ന അക്ബർ സാഹിബ് കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമേജ്, സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇസ്ലാമിന് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ്, ഇതെല്ലാം കൂടെ ചേർത്തൊരു മയം വന്ന് അതിനെ ഒന്ന് പൊതിഞ്ഞു കെട്ടി പറയാനുള്ള ഒരു ശ്രമം. പൊതുവെ കേൾക്കുമ്പോൾ ഇസ്ലാം അങ്ങനെ വളരെ വിശാലമായ മനുഷ്യന്റെ പ്രവൃത്തിയെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഫലം നിശ്ചയിക്കുന്ന തരത്തിൽ വിശാലമായ ഒരു ദൈവവും ആ വിശാലമായ ദൈവസങ്കല്പത്തിന്റെ വിശാല മാനവികതയുള്ള ഒരു വിശ്വാസവുമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാചക കസർത്തുമാണ് നമ്മൾ ആദ്യം കാണുക. അത് കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം ഒരു 6-7 കൊല്ലം മുമ്പ് ലോകത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇതര മതവിഭാഗങ്ങളുടെ നേതാക്കന്മാരൊക്കെ സ്റ്റേജിൽ വിളിച്ച് ഞങ്ങളെ കിതാബ് ആണ് മികച്ചത്, നിങ്ങളെ കിതാബ് ഒന്നും പോരാ, നിങ്ങളെ കിതാബിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല, നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരണം എന്ന് പ്രബോധനാർത്ഥം സംവാദങ്ങളും പരിപാടികളായിട്ട് നടക്കുന്ന കാലത്ത് ഒരു ഹിന്ദു സഹോദരന് വേണ്ടി ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഡയറക്റ്റ് മറുപടി, ഈ 2 മറുപടികളും തമ്മിലുള്ള ഒരു താരതമ്യം മാത്രമാണ് അക്ബർ സാഹിബ് അന്നും ഇന്നും എന്ന ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. പരിശുദ്ധ ഖുർആൻ ഇസ്ലാമാണ് സത്യമെന്നും ഇസ്ലാം സ്വീകരിച്ചവരാണ് സ്വർഗ്ഗത്തിൽ പോവുക എന്നുമെല്ലാം പറയുന്നുണ്ട്. അത് തികഞ്ഞ വർഗീയതയല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയോ വിശ്വാസത്തെയോ ആ വിശ്വാസം ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനത്തെയോ ഒന്നും കുറിച്ച് ഗൗരവതരമായ യാതൊരു പരിചിന്തനവും ഇല്ലാത്ത ആളുകളാണ് ഇത്തരം വിമർശനങ്ങളുമായി കടന്നു വരാറുള്ളത്. അതെ, അപ്പൊ ഇസ്ലാമിന്റെ ഈ ചിന്ത വളരെ ഗോത്രീയമല്ലേ, വർഗീയമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കാര്യമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ഒറ്റ കേൾവിയിൽ എന്താ വിചാരിക്കുക, അല്ല ഇസ്ലാം കുറച്ചുകൂടിയൊക്കെ ഒരു വിശാലമായ ചിന്തയുള്ള ഒരു മതമാണ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇദ്ദേഹം ഇസ്ലാമിന്റെ വിശാലത പറഞ്ഞു തരും, കേട്ടോളൂ. സത്യത്തിൽ ഒരു ആദർശത്തെക്കുറിച്ച് ആ ആദർശം സത്യസന്ധമാണ് എന്ന ആത്മാർത്ഥമായ ബോധമുള്ളവർ ആരാണെങ്കിലും ആ ആദർശമല്ലാത്തതെല്ലാം അബദ്ധമാണ് എന്ന് പറയും. അത് സ്വാഭാവികമല്ലേ? അപ്പോഴല്ലേ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ആദർശം മാത്രമാണ് ശരിയെന്ന് ഒരാൾ വാശി പിടിച്ചാൽ മാത്രമല്ലേ ലോകത്ത് മനുഷ്യനിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നാണ് ചോദിക്കുക. എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ശരി മാത്രം, ബാക്കിയുള്ളതെല്ലാം തെറ്റ് എന്ന ചിന്ത
എല്ലാ മതങ്ങൾക്കും എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണോ? അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ശരിയെന്ന് തോന്നുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? അയാളെ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? അയാൾ മോശക്കാരനാണെന്നും അയാൾ നികൃഷ്ട ജന്മമാണ് എന്നും വിചാരിക്കേണ്ട കാര്യമുണ്ടോ? അയാളെ സാമൂഹ്യ ജീവിതത്തിൽ ബഹിഷ്കരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇസ്ലാമിന്റെ സ്വഭാവം അതാണ് എന്നതുകൊണ്ട് അതാണ് സ്റ്റാൻഡേർഡ് എന്ന് ഇദ്ദേഹം പറയാണ്. അതാണ് ശരി എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ് പോലും. അദ്ദേഹത്തിന്റെ ഉദാഹരണം അതിഗംഭീരാണ്, കേട്ടോളി. ഇസ്ലാമിനെ ഇക്കാര്യത്തിൽ വിമർശിക്കുന്ന ആളുകളിൽ ഒന്ന് നാസ്തികന്മാർ. അവരുടെ വീക്ഷണം എന്താണ്? അവരുടെ വീക്ഷണം മതങ്ങളെല്ലാം അബദ്ധമാണ് എന്നാണ്. ദൈവമില്ല എന്നത് മാത്രമാണ് ശരി. ദൈവമുണ്ട് എന്നത് എങ്ങനത്തെ ദൈവമാണെങ്കിലും അത് മുഴുവനും അബദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് തെറ്റ് എന്നും തങ്ങൾ എല്ലാ മതവും തെറ്റ് എന്ന് പറയുന്നത് ശരി എന്നും വാദിക്കുമ്പോൾ അത് എത്രത്തോളം അടിസ്ഥാനരഹിതമാണ്. എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്? നാസ്തികത. ഒന്ന്, ഞാൻ നാസ്തിക ആചാര്യനോ നാസ്തിക പക്ഷമോ അല്ലെങ്കിൽ നാസ്തികനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുമല്ല. അതേസമയത്ത് മതനിഷേധികൾ, ദൈവത്തെ വിശ്വാസമില്ലാത്ത ആളുകൾ, ദൈവമുണ്ടോ ഇല്ലേ എന്ന് സംശയമുള്ള ആളുകൾ, ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ, മനുഷ്യന്മാരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ ജീവിതത്തിൽ പലതരം ചിന്തയുള്ള ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് നാസ്തികത, ദൈവനിഷേധം, നിരീശ്വരവാദം, ആ ചിന്തയുള്ള ആളുകളുടെ ഒരു നിലവാരമനുസരിച്ച് ദൈവനിഷേധം മാത്രമാണ് ശരി എന്ന് പറയുന്നതിന്റെ കാരണം ദൈവത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മതങ്ങളും അതിനെ എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്? ഈ ദൈവം ഒരേ ഒരു ദൈവമുള്ളൂ എന്ന് പറയുകയും അനവധി വിശ്വാസങ്ങൾ ഇതേ ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് തർക്കിക്കുകയും മനുഷ്യർക്കിടയിൽ മതത്തിന്റെയും ദൈവത്തിന്റെയും പേര് പറഞ്ഞ് വിഭാഗീയതകൾ സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം കലഹിക്കുകയും കൊലപ്പെടുത്തുകയും യുദ്ധം ചെയ്യുകയും മനുഷ്യന്റെ സമാധാനം കളയുകയും ചെയ്യുമ്പോൾ അതിനേക്കാളും മികച്ചത് ദൈവം ഇല്ലാതിരിക്കലാണ്, ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത് ദൈവമില്ലാതിരിക്കലാണ് എന്നൊരു നാസ്തികൻ പറഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം. ഇനി അത് മാത്രമാണ് ശരി എന്നതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ മോശക്കാരാണെന്നും അവർ വൃത്തികെട്ടവരാണെന്നും അവരെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ലാത്തവരാണെന്നും അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ പാടില്ലാത്തവരാണെന്നും അവർ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്നും ഏതെങ്കിലും നാസ്തികൻ പറയുന്നുണ്ടെങ്കിൽ ആ നാസ്തികൻ യഥാർത്ഥത്തിൽ ഒരു നാസ്തിക ചിന്തയുള്ള ആളല്ല എന്ന് നമുക്ക് പറയാം. കാരണം അത്തരം ഒരു നാസ്തികത എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അവിടെ ആകെ പറയുന്നത് നിങ്ങൾക്ക് ദൈവം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ സാമൂഹ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ വാല്യൂവിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. പിന്നെ നിങ്ങൾ പറയുന്ന ആശയം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതിന് തെളിവ് വേണം എന്ന് അവർ പറയുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അതല്ലാതെ നാസ്തികതയല്ലാത്ത അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരൊക്കെ മോശക്കാരാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉള്ളവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത വെച്ച് പുലർത്തുന്നത് മാനവികമല്ല. ഇനി അടുത്തത്, ഇസ്ലാം ഇത് പറയുമ്പോൾ, ഇസ്ലാം ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഖുർആൻ പറയുമ്പോൾ അത് വർഗീയതയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ഇത്തരം ആളുകളെല്ലാം എന്നുള്ളതല്ല വാസ്തവം. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം പറയുന്നുണ്ട് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന്. അഥവാ അള്ളാഹുവിങ്കൽ ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മുസ്ലിങ്ങളുടെ മതമാണ് മതം എന്നാണോ? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിങ്ങളുടെ മതം മാത്രമാണ് മതം എന്നാണോ? അതന്നെ അതിന്റെ അർത്ഥം. എന്താ സംശയം? ഇനി ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് യഥാർത്ഥ ദൈവമെന്നും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണ് മോക്ഷമെന്നും മാത്രം പറഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വർഗീയത എന്ന് പറയേണ്ട. അതേറെക്കുറെ എല്ലാ വിശ്വാസികൾക്കും, മീൻസ് പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾക്ക് ആ ചിന്തയുണ്ട്. അവരുടെ ദൈവം, ആ ജനത, ആ ഒരു ബോധമുണ്ട്. പക്ഷെ ഇസ്ലാം അങ്ങനെ പറഞ്ഞു നിർത്തല്ല ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാത്തവരെ സത്യനിഷേധികൾ എന്ന് പറയുന്നു. അതാ പ്രശ്നം. അവർ പ്രശ്നക്കാരാണ് എന്ന് പറയുന്നു, അവർ മോശക്കാരാണ് എന്ന് പറയുന്നു, അവരെ മൃഗങ്ങളോട് ഉപമിക്കുന്നു, അവരെ ചീത്ത വിളിക്കുന്നു. അതാ പ്രശ്നം. അങ്ങനെ ചീത്ത വിളിക്കുകയും അവർ മോശക്കാരാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതത്തിന്റെ അത്തരം മനുഷ്യരോടുള്ള സാമൂഹിക വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകളിൽ പ്രശ്നം ഉണ്ടാവും. അത്തരം ജനവിഭാഗങ്ങളുടെ രാജ്യങ്ങൾ, അവരുടെ അധികാര പരിധി, അവരുടെ രാഷ്ട്ര സംവിധാനം, അത്തരം അനിസ്ലാമികമായ ഭരണകൂടങ്ങൾ എന്നിവയോട് അസഹിഷ്ണുതയുണ്ടാകും. അതിനെ തകർക്കാനുള്ള ത്വരയുണ്ടാകും. അത് ത്വര വെറുതെ ഉണ്ടാവേണ്ട, ഖുർആനിൽ ആ ത്വര മൂപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അതിനെയാണ് ഇസ്ലാമിന്റെ വർഗീയത എന്ന് പറയുന്നത്. അക്ബർ സാഹിബ് അങ്ങനെ അങ്ങ് ലഘൂകരിച്ച് പോകാൻ ശ്രമിക്കല്ലേ. അല്ലാതെ ഇസ്ലാമിന്റെ മാർഗമാണ് മോക്ഷമാർഗമെന്നും ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും പറയുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവമുണ്ടോ? ഒരു പരിഭവമില്ല. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ അംഗീകരിക്കാത്തവർ എല്ലാം സത്യത്തെ നിഷേധിക്കുന്നവരാണ് എന്ന് പറയാം?
അതേപോലെ തന്നെ ഖുർആൻ ഇതേ അധ്യായത്തിൽ 85-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല, മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരിൽപ്പെട്ടു പോകും. ഇവിടെ എന്താണ് ഇതിനർത്ഥം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണാർത്ഥം. ആ സമർപ്പിച്ചവൻ ആരാണെങ്കിലും മുസ്ലിമാണ്. പടച്ചവന്റെ സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുക, പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുക, ഇതാണ് മുസ്ലിം. അതല്ലാതെ ജന്മത്തിന്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു ആദർശമല്ല. ഇവിടെ മുതൽ ഇദ്ദേഹം ഒന്നിങ്ങനെ പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. എന്ത്? ദൈവത്തിന് സമർപ്പിക്കുക എന്നാണ്. ആരെ ദൈവം? അള്ളാഹു. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ ഉദാഹരണം പറഞ്ഞു. ദൈവത്തിന് മാത്രം ഭയപ്പെടുകയും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുകയും ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുകയും ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കർമ്മഫലങ്ങളെക്കുറിച്ച് ഇതേ ഖുർആനിൽ പറയുന്നത് വിശ്വസിക്കാത്തവരുടെ സൽക്കർമ്മങ്ങൾ വിഫലമാണ് എന്നാണ്. അക്ബർ സാഹിബ് പണ്ട് സംവാദത്തിന്റെ അന്ന് സൂറത്തു നൂറിലെ ഒരു വചനം കൊണ്ടുവന്നില്ലേ? എന്ത്? ആഴക്കടലിലെ ഇരുട്ടുകളെ പോലെയാകുന്നു എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടു മുൻപത്തെ വചനവും ആ വചനവും സൂചിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെയും അള്ളാഹു എന്ന ദൈവത്തെയും മുഹമ്മദ് എന്ന പ്രവാചകനെയും ഖുർആനിനെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിന് സമ്പൂർണമായി കീഴ്പ്പെടുകയും ചെയ്യാത്ത മനുഷ്യരുടെ സൽക്കർമ്മങ്ങളുടെ ഫലം മരുഭൂമിയിലെ മരീചിക പോലെയും ആഴക്കടലിൽ അകപ്പെട്ടു പോകുന്ന ഇരുട്ടിൽ അകപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനും സമാനമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കർമ്മങ്ങൾക്ക് ഫലം നിശ്ചയിക്കുന്നത് അയാളുടെ വിശ്വാസം, അയാളുടെ മതം, അയാള് നടത്തിയിരുന്ന ആരാധന, അയാൾ ധരിച്ചിരുന്ന വസ്ത്രം, അയാളുടെ വേഷം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാലോ അത് വർഗീയത അല്ലെങ്കിൽ മറ്റെന്താണ് സാഹിബേ? ഇത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണല്ലോ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 62-ാമത്തെ വചനം പലപ്പോഴും സർവ്വമത സത്യവാദത്തിന്റേത് എന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള വചനം യഥാർത്ഥത്തിൽ സർവ്വമത സത്യവാദമല്ല. ഏത് വിഭാഗത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവനാണെങ്കിലും അവന്റെ വിശ്വാസം ശരിയാണെങ്കിൽ, അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്, അവന് പ്രയാസം ഉണ്ടാവില്ല, അവന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ വളരെ രസകരമായ, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ സ്ലിപ്പറി സ്ലോപ്പുകളിലൂടെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ടാണ് ആ ആയത്തിനെ തൊടുന്നത്. കാരണം ആ ആയത്ത് യുദ്ധത്തിന്റെ ആയത്തിലൂടെ നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറിയ കൂറും പണ്ഡിതന്മാർ. അതല്ല എന്നും ആ ആശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും ആ ആശയം അനുസരിച്ച് ഖുർആൻ മാനവികമായ ഒരു ദർശനമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ഒരു മനുഷ്യന്റെ മോക്ഷം ദൈവത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഇതൊക്കെ നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല എന്നും ഏത് കാലഘട്ടത്തിൽ ഏത് ധർമ്മത്തിൽ അനുഷ്ഠിച്ച് ജീവിച്ചാലും ഏത് വേദത്തെ പിൻപറ്റിയാലും ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ എന്ന് പറഞ്ഞാൽ ലോകാവസാന സമയത്ത് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് പ്രതിഫലം കിട്ടും എന്നുമുള്ള ഒരു വചനമാണ് ഇദ്ദേഹം ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. അത് ഉദ്ധരിക്കുമ്പോൾ പോലും സർവമത സത്യവാദം എന്ന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ചിന്തയിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ, ഇദ്ദേഹത്തിന്റെ വാദം അങ്ങനെ വഴുതി പോകാതിരിക്കാൻ അദ്ദേഹം ഒരു പ്രത്യേക കരുതൽ, ശ്രദ്ധ അദ്ദേഹം പുലർത്തുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് വാദത്തിൽ, സംസാരത്തിൽ ഇസ്ലാമിന് ഈ അർത്ഥത്തിലുള്ള ഒരു മതവർഗീയ ചിന്ത ഇല്ല എന്നും ഇസ്ലാമിന്റെ മോക്ഷം എന്ന സങ്കല്പം കുറച്ചുകൂടി വിശാലമായ മാനവികതയെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പുറത്തേക്ക് അർത്ഥം തോന്നുകയും എന്നാൽ സത്യം സത്യമായിട്ട് പറയുകയും ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഒരു ആത്മസംഘർഷം സാഹിബിന്റെ മുഖത്ത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് അദ്ദേഹം അത് വിശദീകരിക്കുന്ന ഭാഗം കൂടി കേൾക്കാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബിഈന എന്ന് തുടങ്ങുന്ന വചനം ഏത് വിഭാഗത്തിലാണെങ്കിലും മൻ ആമന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാൻ, ഏത് വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, ഏത് വിഭാഗത്തിൽ പെട്ടു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിൽ സർവ്വലോക രക്ഷിതാവിൽ യഥാരൂപത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അവൻ പഠിപ്പിച്ച രൂപത്തിൽ, അവൻ വെളിപ്പെടുത്തിയ രൂപത്തിൽ പടച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അവന് മാത്രമുള്ള ആരാധന അവന് മാത്രം അർപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ? ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞു പോകുന്നത് വാസ്തവത്തിൽ മുസ്ലിം ആവണം എന്ന് തന്നെയാണ്. ഇസ്ലാമിന് ആ ചിന്തയുണ്ട് എന്നും മതം പ്രധാനമാണ് എന്നും മതം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനകത്തേക്ക് അത് കേവലമായിട്ടുള്ള ഒരു വിശ്വാസമോ ആരാധനയോ മാത്രമല്ല, അത് വളരെ കൃത്യമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചട്ടക്കൂടാണ് എന്ന് ഇദ്ദേഹം പറയാതെ പറഞ്ഞു പോവുകയാണ്. വിഷമിക്കേണ്ട, അത് മനസ്സിലാവുന്നവർക്ക് ഇടയിൽ കൂടെ തന്നെ മനസ്സിലാവും, മനസ്സിലാവാത്തവർ വിഷമിക്കേണ്ടതില്ല. അത് അദ്ദേഹം പച്ചക്ക് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈ പരിപാടി അവസാനിപ്പിക്കുള്ളൂ. മരണാനന്തര ജീവിതത്തിൽ ദൃഢമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകൾ അത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കരുപ്പിടിപ്പിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണോ? പടച്ചതമ്പുരാൻ പറഞ്ഞ, പടച്ചവൻ കൽപ്പിച്ച എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾ ജീവിതത്തിലുണ്ടോ? പടച്ചവൻ കൽപ്പിച്ച ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ? അത്തരക്കാരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ സ്വർഗത്തിന്റെ ആളുകളായി പറയുന്നത്. അവർക്കാണ് പ്രയാസമില്ല എന്ന് പറയുന്നത്, ജന്മത്തിന്റെ പേരിലുള്ള ഏതെങ്കിലും വിഭാഗത്തിലല്ല. ഇദ്ദേഹം എത്ര നേരം പറഞ്ഞത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ എന്തായി? അവർ മുസ്ലിമായി. ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ജനിക്കുന്നത് നിങ്ങൾ ഏത് മതക്കാരനായാലും കുഴപ്പമില്ല എന്ന് അത്രയും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്.
ഒന്നും ബേജാറാവണ്ട, അദ്ദേഹം കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് പറയും. നമ്മളായിട്ടൊന്നും പറയണ്ട, അദ്ദേഹം തന്നെ പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആരാണുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പിന്നെ നരകത്തിന്റെ അടിത്തട്ടിലുള്ളത് മുസ്ലിങ്ങളാണെന്നാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതാരാ? മുസ്ലിമാണ് എന്ന് പുറത്ത് കാണിക്കുക, ഉള്ളിൽ ഇസ്ലാമിന്റെ വിശ്വാസം ഇല്ലാതിരിക്കുക, അത്തരം ആളുകൾ. അതിന് ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ അത് പറയാ മുനാഫിഖ് എന്നാണ്. എനിക്ക് മനസ്സിലായെന്ന് അറിയില്ല. മുസ്ലിം ആയാൽ മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ എന്ന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ അക്ബർ സാഹിബ് കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ പ്രബോധനം നടത്തിയിരുന്ന തരത്തിലുള്ള ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ഫോൾഡിനകത്തേക്ക്, അതിന്റെ പ്രത്യക്ഷമായ പ്രകടനത്തിലേക്ക് ഒരാൾ കടക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അമുസ്ലിങ്ങൾ അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ സ്വീകരിക്കാത്തവരത്തോളം കാലം അവരുടെ കർമ്മം പരിഗണിച്ച് അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ഇസ്ലാമാണ് എന്ന് പറയുന്നവർ, മുസ്ലിമാണ് എന്ന് പറയുന്നവർ, വെറുതെ പുറത്തേക്ക് കാപട്യം കാണിച്ച് നടന്നിരുന്നവർ, അവർ നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ഉത്തരം ക്ലിയർ ആണ്. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇപ്പൊ മുസ്ലിങ്ങൾ നരകത്തിൽ കിടക്കും എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. നരകത്തിന്റെ അടിത്തട്ടിൽ വരെ മുസ്ലിങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, സ്വർഗത്തിന്റെ ഇറയത്തെങ്കിലും ആ മുസ്ലിങ്ങൾക്ക് സ്ഥാനം കിട്ടുമോ? അയാൾ സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്, അയാൾ ഒരു കാപട്യവും കാണിച്ചിട്ടില്ല, അയാൾ ഒരാളുടെയും മോഷ്ടിച്ചിട്ടില്ല, ഒന്നും കൊള്ള ചെയ്തിട്ടില്ല, ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല, പറ്റാവുന്നത്രയും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ദൈവം എന്ന് വിളിച്ചിരുന്നത് ബ്രഹ്മാവിനെയാണ്, അല്ലെങ്കിൽ യാഹുവയാണ്. ഇതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അദ്ദേഹത്തിന് ദൈവത്തെ മനസ്സിലാക്കിയത് ആ പേരിലാണ്. അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇങ്ങനെയായിരുന്നു, ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് അദ്ദേഹം വേറെ പേര് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു 2 സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളോടും ദയാവായ്പോടുകൂടി അദ്ദേഹം പെരുമാറി. ഒരാളെയും ഉപദ്രവിക്കാതെ, ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ, പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ച് ഈ പ്രകൃതിക്കും ഗുണകരമാവുന്ന തരത്തിൽ അദ്ദേഹം ജീവിച്ചു, മരിച്ചു എന്നിരിക്കിൽ അത്തരത്തിൽ പക്ഷെ ഇസ്ലാമായിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി പിന്നെ സുന ചെത്തി തൊപ്പി വെച്ച് താടി വെച്ച് ജീവിച്ചില്ല. അങ്ങനെ ഒരാൾക്ക് സ്വർഗത്തിന്റെ ഇറയിലെങ്കിലും, ഇറയത്ത് നമ്മൾ പറയും, എന്തായാലും നിങ്ങൾ എല്ലാവരും അങ്ങനെ എന്താ പറയാന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ പറയും പുള്ളത്തിണ്ട് കയറി, ചെറിയ തിണ്ണ, വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ചായ്പില് എവിടെങ്കിലും, അങ്ങനെ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് ഒരു കൊക്കിലോ കോണിലോ എങ്കിലും ഉണ്ടാവുമോ? ഇതാണ് ചോദ്യം. അതിന് പകരം നരകത്തിൽ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാർ പലരും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്താ സാഹിബ് കാര്യം? ആ വാദത്തിൽ തന്നെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ മുസ്ലിം ആവണമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം അത് വിശദീകരിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. അത്തരം ആളുകളെ കുറിച്ച് പറയുന്നത് എന്താണ്? അത്തരം ആളുകൾ അവരാരാണ്? അവർ ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് പറയുന്നവരാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമെല്ലാം വിശ്വസിച്ചവരാണ് എന്ന് പറയുന്ന ആളുകളാ. പക്ഷേ അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അപ്പോ മുസ്ലിമാണ് എന്ന് പേര് പറയുന്ന ആളുകളാണ് സ്വർഗത്തിൽ നിന്നല്ല. അതേപോലെ തന്നെ അത്തരം ആളുകൾ നമസ്കരിക്കുന്നവരാണെങ്കിലോ അതിനെക്കുറിച്ച് ഖുർആൻ 107-ാമത്തെ അധ്യായം സൂറത്തുൽ മാഊനിൽ പറയുന്നത് വവൈലുൽ മുസല്ലീൻ എന്നാണ്, നമസ്കാരക്കാർക്ക് നാശമാണ് എന്നാണ്. ഇതിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് മുസ്ലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കില്ല എന്നാണ്. ഒരാൾ വിശ്വസിച്ചത് കൊണ്ടോ അയാൾ മുസ്ലിം ആയിരുന്നു എന്നതുകൊണ്ടോ അദ്ദേഹം സ്വർഗത്തിൽ കടക്കണം എന്ന് നിർബന്ധമില്ല. അത്രേ അർത്ഥമുള്ളൂ. അതേ സമയത്ത് മോക്ഷം ലഭിക്കണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധനയ്ക്ക് ഇത് വിരുദ്ധവുമല്ല. മുസ്ലിമായ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗം ലഭിക്കാതെ പോയേക്കാം. എന്നാൽ ഒരു കാരണവശാലും അമുസ്ലിമായ ഒരാൾക്ക് അദ്ദേഹം എത്ര നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുകയില്ല. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഞാൻ പറയുന്നത് ഇതുപോലുമല്ല ഇസ്ലാമിന്റെ വർഗീയത. ഇത് മരിച്ചു ചെന്നിട്ടുള്ള കാര്യമല്ലേ, അതിപ്പോ നമുക്കറിയാലോ. അത് പോട്ടെ, മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഈ ലോകത്തുള്ള വ്യവഹാരങ്ങളിലും സാമൂഹ്യ നിയമങ്ങളിലും രാഷ്ട്രത്തിലെ അവകാശങ്ങളിലും ഒക്കെ അവരോടുള്ള ഇടപാടുകളിലും ഒക്കെ മതം ഒരു പരിഗണനാ വിഷയമായി വെക്കുകയും മനുഷ്യരെ ഈ ലോകത്ത് വെച്ച് തന്നെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നതാണ്. അതാണ് പ്രശ്നം. യഥാരൂപത്തിലുള്ള അള്ളാഹുവിനുള്ള സമർപ്പണമല്ലാത്ത പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കുന്നതിന്റെ പ്രകടത രൂപമായ നമസ്കാരമല്ലാതെ കേവലമായ ആളുകളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണോ അവന് നാശമാണ്, അവന് നരകമാണെന്ന് ഖുർആൻ പറയുന്നത്. അമുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും റിസർവ് ചെയ്യപ്പെട്ട നരകവും മുസ്ലിങ്ങൾ എല്ലാവർക്കും റിസർവ് ചെയ്യപ്പെട്ട സ്വർഗവും എന്നല്ല. എന്തൊരു കഷ്ടപ്പാടാണ് സാഹിബിന്റെ ആലോചിക്ക്. അമുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും നരകമൊന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗമൊന്നും അല്ലാന്ന്. അതിലൊരു ഭാഗം അർദ്ധസത്യം, അതാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. ഒന്നും പേടിക്കണ്ട, അദ്ദേഹം തുറന്നു പറയും എല്ലാം. മറിച്ച് ആരാണോ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നത്, ആരാണോ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്നത്, അവർക്കുള്ളത് സ്വർഗം. അതല്ലാത്ത ആളുകൾ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും, അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടാലും ഉള്ളിൽ അവർക്ക് വിശ്വാസമില്ലേ, യഥാരൂപത്തിലുള്ള ആദർശമില്ലേ, ആ ആദർശം കേവലം കാണിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണോ, കർമ്മങ്ങൾ കേവലം ലോകമാന്യത്തിന് വേണ്ടി മാത്രമുള്ളതാണോ എങ്കിൽ ഫവൈൽ അവർക്കാണ് നാശം, അവർക്ക് നരകമാണ് ഖുർആൻ പറയുന്നത്. എന്താ പറഞ്ഞത് ഖുർആൻ? ഒരാൾ മുസ്ലിമായ പോരാ, യഥാർത്ഥ മുസ്ലിം ആയിരിക്കണം. നാട്ടുകാരുടെ ഇടയിൽ മാത്രം മുസ്ലിമായ പോരാ,
ഇസ്ലാം പറഞ്ഞത് അപ്പടി അനുസരിക്കണം, അവിടെ മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധനയ്ക്ക് ഒരു ഇളവുമില്ല. ഇത്രയും പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പലപ്പോഴും ചോദ്യം ചോദിച്ച വ്യക്തികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇദ്ദേഹം ഇത്ര നേരം പറഞ്ഞത് മുസ്ലിം ആവണം സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ, ആ മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന ഖുർആനിന്റെ വചനത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ് ഇദ്ദേഹം ഇത്ര നേരവും പറഞ്ഞത്. ആ ഖുർആനിനെയാണ് വർഗീയതയുടെ ഗ്രന്ഥമായിട്ട് പറയുന്നത്. എത്ര അത്ഭുതകരമാണിത്. പരിശുദ്ധ ഖുർആൻ ഒരു ആദർശത്തെ മുന്നോട്ട് വെക്കുന്നു. ആ ആദർശമനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നു. ആ ആദർശമനുസരിച്ച് ജീവിച്ചവർക്ക് രക്ഷയുണ്ടെന്ന് പറയുന്നു. ആ ആദർശമനുസരിച്ച് ജീവിക്കാത്തവർക്ക് ശിക്ഷയുണ്ടാകുമെന്ന് പറയുന്നു. ഇതെങ്ങനെയാ വർഗീയതയാവുക? അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരൻ അവൻ ആ പ്രത്യേകമായ മതത്തിൽ ജനിച്ചതുകൊണ്ട് അവന് രക്ഷ എന്നോ മറ്റല്ലാത്തവർക്ക് ശിക്ഷ എന്നോ ഖുർആനിൽ എവിടെയുമില്ല. അത് പൊളിച്ച് ഈ ഒരു ആദർശക്കാരനായതുകൊണ്ട് മാത്രം രക്ഷ എന്നോ ശിക്ഷ എന്നോ ഒന്നുമില്ല. ഇത്രയും നമ്മൾ ആകെ ചെയ്തുള്ളൂ, അതിനാണ് ഇവരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ എന്നാണ് സാഹിബ്. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ആവർത്തനം ആണെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല, വ്യക്തതയ്ക്ക് വേണ്ടി പറയുന്നതാണ്. കേവലമായ ഖുർആനിന്റെ സ്വർഗ നരക സങ്കല്പങ്ങളിലുള്ള മതപരമായ വിവേചനത്തെ കൊണ്ടല്ല ഇസ്ലാം വർഗീയമാണ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഭൗതികമായ വ്യവഹാരങ്ങളിൽ കാണിക്കുന്ന ഈ അസഹിഷ്ണുതയുടെ പുറത്താണ്. ഏതെങ്കിലും ഒരു ദൈവം അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്കിടയിലേക്ക് അവർക്ക് പ്രബോധനം നൽകപ്പെടാനായിട്ട് കൊടുത്തയക്കുന്ന ഗ്രന്ഥത്തിൽ അതേ ജീവിവർഗത്തിൽപ്പെട്ട അതേ സൃഷ്ടിവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുമോ? അവിശ്വാസികൾ നജസാണെന്ന് പറയുന്നുണ്ട്. നജസ് എന്ന് പറഞ്ഞാൽ വൃത്തികേട്, അഴുക്ക്, മ്ലേച്ഛത ആണ് എന്ന് പറയുന്നുണ്ട്. അവർ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശമാണ് എന്ന് പറയുന്നുണ്ട്. അവർ ബധിരരും മൂകരുമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ചോദിക്കട്ടെ, ഇസ്ലാമിന് സ്വീകരിക്കുക, ഇസ്ലാം അനുസരിക്കുക, ഇസ്ലാം അംഗീകരിക്കുക, യഥാർത്ഥ മുസ്ലിം ആവുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആര് തീരുമാനിക്കണം? അള്ളാഹ് തീരുമാനിക്കണം. ആരൊക്കെയാണ് ഇസ്ലാമിന് അനുസരിക്കുന്നവരെന്നും ആരൊക്കെയാണ് ഇസ്ലാമിന് കീഴൊതുങ്ങുന്നതെന്നും ആരൊക്കെയാണ് അള്ളാഹുവിന് സർവവും സമർപ്പിക്കുന്നത് എന്നും അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. ഇനി മനുഷ്യർക്കിടയിൽ വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുക്കിയതാരാ? അള്ളാഹു. ഇവർ തന്നെ പറയുന്ന കണക്കനുസരിച്ച് തോറ ഇവരുടെ അള്ളാഹ് കൊടുത്തയച്ചതാണ്. അതിൽ അള്ളാഹിന്റെ പേര് വേറെയാണ്, ബൈബിളിലെ ദൈവം വേറെയാണ്. ഇതേപോലെ കിതാബുകളും ഏടുകളും പ്രവാചകന്മാരും പ്രബോധകരുമായി പല നാട്ടിൽ പല മനുഷ്യർ പല ഭാഷകളിൽ സംസാരിക്കുന്ന പല ദേശക്കാരായിട്ടുള്ള മനുഷ്യരെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മനുഷ്യരാവസ്ഥയിലേക്ക് വിഘടിപ്പിച്ചു കൊണ്ടുപോവുകയും അവർക്കൊക്കെ പ്രത്യേകം മതങ്ങളും ദൈവങ്ങളും ആചാരങ്ങളും സങ്കല്പങ്ങളും കാലാകാലങ്ങളിൽ കൊടുക്കുകയും എന്നിട്ടൊരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിനിടയിലേക്ക് ഒരു പ്രത്യേക ഭാഷയിൽ ഒരു പ്രത്യേക ഗ്രന്ഥം അവതരിപ്പിച്ച് ഒരു പുതിയ നിയമക്രമം ഉണ്ടാക്കിയെടുക്കുകയും അത് അംഗീകരിക്കാൻ മറ്റുള്ളവർക്കൊക്കെ ബാധ്യതയുണ്ട് എന്നും എന്നാൽ ഇത് തമ്മിൽ പരസ്പരം ഒരു ലിങ്കും കൊടുക്കാതിരിക്കുകയും എന്നിട്ട് ഈ മതം അംഗീകരിക്കാത്തവർ ആലോചിച്ച് നോക്കണം. 1500 കൊല്ലം മുമ്പ് മുഹമ്മദിന് വേദം കൊടുത്തപ്പോ അതിനു മുൻപ് ഒരു 500 കൊല്ലമോ 1000 കൊല്ലം മുൻപോ മറ്റൊരു പ്രദേശത്ത് അള്ളാഹുവിന്റെ വേറെ ഏതെങ്കിലും പ്രവാചകൻ വേറെന്തെങ്കിലും ഏടോ വഴിയോ കൊണ്ടുവന്ന് ഒരു ജനതയ്ക്ക് പ്രബോധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ പ്രബോധനം ദൈവികമായ മതം ദൈവികമായ പ്രബോധനം അതനുസരിച്ച് ജീവിക്കുകയും പിന്നീട് ഒരു 1000 കൊല്ലത്തിന് ശേഷം അറബ് നാട്ടിൽ വന്ന ഒരു മനുഷ്യൻ പറയുന്ന ഈ വചനങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് അവരുടെ കയ്യിൽ മുൻപ് കിട്ടിയ ദൈവത്തിന്റെ വചനങ്ങളും വേദങ്ങളും തള്ളിക്കളയാതെ ഇരിക്കുകയും ചെയ്തതിന്റെ പേരിൽ അതേ ദൈവം ഇതേ മനുഷ്യരെ നരകത്തിലിട്ട് പൊരിക്കും, അവർ ചീത്ത വിളിക്കും, അവർ തെറി വിളിക്കും ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പടച്ചോന്റെ നിലവാരം ആലോചിക്കാൻ പറ്റും. ഈ വിവരക്കേട് കൊണ്ടും ഈ വർഗീയ ചിന്ത കൊണ്ടുമാണ് ഇസ്ലാം വർഗീയമാണ്, ഇസ്ലാം അസഹിഷ്ണുതയാണ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. ഇനി ഇദ്ദേഹം കുറച്ചുകൂടി സ്പഷ്ടമായി വ്യക്തമായി കുറച്ചു കാലം മുൻപ് ചോദിച്ച ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയും കൂടി കേട്ട കാര്യം വ്യക്തമാവും. ഖുർആൻ യഥാർത്ഥത്തിലുള്ള മാനവികതയാണ് പഠിപ്പിക്കുന്നത്. ആർക്കും ആ രക്ഷയിലെത്താം, ആ രക്ഷയിൽ ആർക്കും എത്താം. എങ്ങനെ ആ രക്ഷയിൽ ആർക്കും എത്താം? അതിനിപ്പോ ഏത് വീട്ടിൽ ജനിച്ചാലും കുഴപ്പമില്ല, ഏത് മതക്കാരനാലും കുഴപ്പമില്ല. എങ്ങനെയാ? ഇത് ഇതേ വീഡിയോയുടെ തുടർച്ചയാണ്, ഞാൻ പറഞ്ഞ വീഡിയോ വരാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ കേട്ടോളൂ. അള്ളാഹു സൃഷ്ടാവായ തമ്പുരാൻ അവൻ പഠിപ്പിച്ച മാർഗദർശനം അംഗീകരിച്ച് ജീവിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇതെന്താണത്? അള്ളാഹു കൊടുത്ത മാർഗദർശകം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞുതരും. എന്റെ പേര് അബ്ദുറഹ്മാൻ. സുഹൃത്ത്, ഒരു ഹൈന്ദവ സുഹൃത്ത് രാജേഷിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. മോക്ഷം ലഭിക്കണമെങ്കിൽ ഇസ്ലാം തന്നെ സ്വീകരിക്കണമെന്നുണ്ടോ? ഒരു ശുദ്ധനായ സാംസ്കാരിക ബോധമുള്ള ധർമ്മബോധമുള്ള ഒരു നല്ലൊരു ഹിന്ദുവിന് അവൻ ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവനും മോക്ഷം ലഭിക്കില്ലേ? ഇസ്ലാം തന്നെ വേണം എന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഒരു ഇച്ചിരി പഴയതാണ്. ഈ ചോദ്യത്തിൽ നമ്മുടെ സാഹിബ് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അതെന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്ന സാഹിബല്ല, പ്രബോധന രംഗത്ത് കത്തിത്തിളങ്ങി നിൽക്കുന്ന ഒരു പുലിക്കുട്ടിയായിട്ട് എല്ലാ മതഗ്രന്ഥങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ മത ആചാര്യന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമാണ് ശരിയെന്ന് മറ്റു മതസ്ഥരുടെ മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിക്കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്ന കാലം, ഇസ്ലാം അല്ലാത്തതിനൊന്നും അംഗീകരിക്കില്ല എന്ന് പരസ്യമായിട്ട് പറയാൻ ഒരു മടിയില്ലാത്ത ഒരു കാലം, പച്ചക്ക് പറയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പച്ചക്ക് പറഞ്ഞു നടന്നിരുന്ന ഒരു പ്രതാപകാലം
ഇന്നത് ഒരു ഓർമ്മയാണ് എങ്കിലും അദ്ദേഹം ആ സംവാദ സ്മരണയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞ ശക്തവും വ്യക്തവും വടിവത്തതും നേർക്കുനേരുള്ളതുമായിട്ടുള്ള മറുപടിയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടത്രയൊന്നും വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. സാഹിബിനോട് ചോദ്യം ചോദിച്ചു, ഉത്തരം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്, കണ്ടോളൂ. മോക്ഷം നേടണമെങ്കിൽ ഇസ്ലാം തന്നെ വേണമോ എന്നാണ് ചോദ്യം. ഉത്തരം വേണം എന്നാണ്. എന്തുകൊണ്ടാണത്? അതിനുള്ള ഉത്തരം, ആരാണോ മോക്ഷം നൽകുന്നത് അവൻ മോക്ഷത്തിന് വേണ്ടി, മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ഒരേ ഒരു ആദർശമാണ് ഇസ്ലാം എന്ന. അപ്പൊ മുഹമ്മദ് നബിക്ക് മുൻപ് പറഞ്ഞയച്ച കുറെ ആൾക്കാരും അവര് പറഞ്ഞ ആശയത്തിനനുസരിച്ച് ജീവിതം കരിപ്പിടിപ്പിച്ച, ധാർമ്മികത ഉണ്ടാക്കിയ ആരാധനകളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്ന മുഹമ്മദിന് മുൻപുള്ള ജനവിഭാഗങ്ങളൊക്കെ ആരായി? അപ്പൊ ഇവര് പറയും അവരൊക്കെ പ്രചരിപ്പിച്ചത് ഇസ്ലാമാണ്. അവരൊക്കെ പ്രചരിപ്പിച്ചത് ഇസ്ലാമാണെങ്കിൽ അവരുടെയൊക്കെ മതത്തിന് ഇസ്ലാം എന്ന് പേര് കൊടുത്താൽ മതിയായിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ദൈവം സ്വന്തം പേര് അള്ളാഹു എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഈ പുലിവാലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്നിട്ട് പറയാം അള്ളാഹ് മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ഏക മതം ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്, അള്ളാഹു എന്ന ഏക ദൈവത്തിന് മുഹമ്മദ് നബി എന്തെങ്കിലും ഒരു തെളിവ്, അല്ലെങ്കിൽ സാഹിബ് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരൂ. ഇസ്ലാം മുഹമ്മദ് ഉണ്ടാക്കിയ മതമാണ്. ഇസ്ലാം എന്ന പേര് ഈ മതത്തിന് മുഹമ്മദ് കൊടുത്തതാണ്. അതിന് മുമ്പ് തെളിവുണ്ടോ? തെളിവില്ല. മനുഷ്യന്റെ ആത്യന്തികമായ രക്ഷ, മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗപ്രവേശം, സർവേശ്വരനായ തമ്പുരാന്റെ തൃപ്തിക്ക് പാത്രീഭൂതമായി അവന്റെ സാമീപ്യത്തിൽ സ്വർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കുക എന്നതാണ് മോക്ഷം കൊണ്ടുള്ള ഇസ്ലാമികമായ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന, അതേപോലെ തന്നെ വേദഗ്രന്ഥത്തിൽ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന മോക്ഷം കൊണ്ടുള്ള വിവക്ഷ. അങ്ങനെയാകുമ്പോൾ ആ മോക്ഷം നേടിയെടുക്കാൻ എന്താണ് മാർഗം? അതെ, സ്വർഗത്ത് കിടക്കുക എന്നുള്ളതാണ് ചിന്ത. അതാണ് ലക്ഷ്യം, അതാണ് മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്ത് കിടക്കാൻ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞുതരും, 3 സ്റ്റെപ്പായിട്ടാണ്. ആ മോക്ഷം നേടിയെടുക്കണമെങ്കിൽ ഇത് പടച്ചോന്റേതാണ് മോക്ഷം, പടച്ചോന്റേതാണ് സ്വർഗം. ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടെന്നാൽ പടച്ചവൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുള്ളത് പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. സിമ്പിൾ അല്ലേ? LP സ്കൂളിലെ ക്ലാസ് ടീച്ചർ കോലുമുട്ടായി കൊണ്ടുവച്ചിട്ടുള്ളത് എന്തിനാണ്? ടീച്ചർ കൊടുത്തുവിട്ട ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തു വരുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനുള്ളതാണ്. പക്ഷെ ഈ ക്ലാസ് ടീച്ചർ എന്താ കാണിച്ചു വെച്ചാൽ ഇതിൽ ആരൊക്കെ ചോദ്യത്തിന് ഉത്തരം എഴുതി കൊണ്ടുവരും, ആരൊക്കെ ഹോംവർക്ക് ചെയ്യണ്ട എന്നൊക്കെ ടീച്ചർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പോട്ടെ, എന്തോ ആവട്ടെ, സ്വർഗം അള്ളാന്റെ കസ്റ്റഡി, അള്ളാന്റെ ഡിസ്ക്രിഷൻ, അള്ളാഹ്ക്ക് തോന്നിയവർക്ക് കൊടുക്കും, നിങ്ങൾ ആരാ ചോദിക്കാനാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുക? ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. ഇപ്പൊ നേരത്തെ പ്രപഞ്ച സൃഷ്ടാവ്, ദൈവം, അതൊക്കെ കഴിഞ്ഞു, നേർക്ക് നേരെ അള്ളേ ആയിട്ടോ. അപ്പോ അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിച്ചാൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. അത് പിന്നെ അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. അവൻ പഠിപ്പിച്ചതനുസരിച്ച് അല്ലെങ്കിൽ പടച്ചവന്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിച്ചാൽ അയാളുടെ പേരാണ് മുസ്ലിം. സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചോ, ഏത് മതത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതൊന്നും പ്രശ്നമില്ല. സാഹിബിന്റെ സ്നേഹസംവാദം നടക്കുന്ന സ്ഥലത്ത് വരിക, സാക്കിർ നായിക്കിന്റെ വലിയ പരിപാടി നടക്കുന്ന വേദിയിൽ പോവുക, എന്നിട്ട് അള്ളാഹിന്റെ സ്വർഗം അത് വേണം എന്ന് ആഗ്രഹിച്ചാൽ നേരെ പോയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുക. ഇതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്തും. അങ്ങനെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തയച്ച ജീവിത പദ്ധതിയുടെ പേരാണ് ഇസ്ലാം. അതനുസരിക്കുന്ന ആളുടെ പേരാണ് മുസ്ലിം. മുസ്ലിം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ നാവ് കൊണ്ട്, മീൻസ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം, പ്രഖ്യാപിക്കണം. വിശ്വാസം വേണം, പ്രഖ്യാപിക്കും വേണം. അത് കഴിഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന ചിട്ട അനുസരിച്ച്, നിയമം അനുസരിച്ച് ജീവിക്കും വേണം. അപ്പൊ നമ്മൾ എങ്ങനെ അത് എവിടുന്ന് കിട്ടും? പള്ളയാണ് ദൈവം എന്നിപ്പോ കിട്ടിയില്ലേ, ഇനി അടുത്തത് എവിടുന്ന് കിട്ടും? പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരൊറ്റ സ്രോതസ് മാത്രമേ ഈ ഭൂമിയിൽ കാണാൻ കഴിയൂ. അത് പരിശുദ്ധ ഖുർആനാണ്. അതും പടച്ചവന്റെ തെറ്റാണ്. ഇവരെന്നെ പറയുന്നു മുൻവേദങ്ങളൊക്കെ പടച്ചവന്റെ അടുത്തുള്ളതാണ്. അപ്പൊ പടച്ചവൻ അതിലും കൂടി എഴുതി വെച്ചുകൂടെ ഇതും പടച്ചവന്റെ അടുത്തുള്ളതാണെന്ന്? പടച്ചവന്റെ കഴിവ് കേടുകൊണ്ട് ബാക്കിയുള്ളവരെ ശിക്ഷിക്കുന്ന പടച്ചവനോ? ഇത് വല്ലാത്ത പടച്ചവനാണല്ലോ. ശരി, അപ്പൊ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനനുസരിക്കേണ്ട മാർഗനിർദ്ദേശം എവിടെ കിട്ടും എന്ന് അന്വേഷിക്കണം. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ഖുർആനിലെത്തും. കാരണം ഖുർആൻ മാത്രമാണ് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്ന ഏക ഗ്രന്ഥം. അപ്പൊ ഖുർആൻ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മൾ അപ്പം അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ മുഹമ്മദ് നബിയിലെത്തും. ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കും അത് കാണിച്ചു തരാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. തന്റെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രയോഗവൽക്കരിക്കുമെന്നാണ്. ആ പരിശുദ്ധ ഖുർആനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതിനാണ് സുന്നത്ത് എന്ന് പറയാ. അതും ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുടെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് പ്രവാചകന്റെ ജീവിതം. എന്തൊക്കെയായി? അല്ലാഹ്, ഇസ്ലാം, മുസ്ലിം,
ഖുർആന്, മുഹമ്മദ് മീൻസ് സുന്നത്ത്. അറിയാമല്ലോ. ഇനി എന്താ എളുപ്പം? ഇനി സ്വർഗത്തിൽ പോകാൻ എളുപ്പല്ലേ? അപ്പോൾ ഖുർആനും സുന്നത്തുമാണ് പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങളും പ്രമാണങ്ങളും. ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിച്ചാൽ ആരാണെങ്കിലും, പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ആരാണെങ്കിലും അവർ മുസ്ലിങ്ങളാണ്. അവർ മുസ്ലിങ്ങളാണ്. ഒറ്റ കണ്ടീഷനുള്ളൂ, ഷഹാദത്ത് കലിമയും കൂടി ഒന്ന് ചൊല്ലണം. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാ? ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ എന്താ? മുസ്ലിം ആവണം. ഇത് പണ്ട് ഇങ്ങനെ പച്ചക്ക് പറഞ്ഞിരുന്നു സാഹിബ്. ഒരു 10 മിനിറ്റ് വലിച്ചു നീട്ടിയിട്ടാണെങ്കിലും കൃത്യം ഉത്തരം പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ. പക്ഷെ ഇപ്പോ അത് പറയാൻ, ഇസ്ലാമിനെ ഇതിന്റെ പേരിൽ വർഗീയതയാണെന്ന് പറയാൻ പറ്റൂല എന്നൊക്കെ പറയുമെങ്കിലും ഈ ആശയം പച്ചക്ക് പറയാൻ അക്ബർ സാഹിബിന് എന്തോ ഒരു വിമ്മിഷ്ടമുള്ളത് പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. ആ പ്രമാണങ്ങൾ ദൈവികമാണ്. ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിച്ചാൽ ആരും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതല്ല. മുസ്ലിം ആയാൽ ദൈവികമായ മാർഗനിർദ്ദേശം അനുധാപനം ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് മാതാപിതാക്കളുടെ മക്കളായി പിറന്നവരാണെങ്കിലും അവർക്ക് മോക്ഷമുണ്ട്, സ്വർഗമുണ്ട്, രക്ഷയുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ജനിച്ചത് എവിടെയാന്നുള്ളതോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഏത് മതമാണെന്നുള്ളതോ പ്രശ്നമല്ല. നിങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെടുകയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു വരികയും വേണം. ഇത്രയും വ്യക്തമായിട്ട് അക്ബർ സാഹിബ് ഉത്തരം പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇസ്ലാമല്ലാത്ത പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന സമർപ്പണത്തിന്റെ ആദർശമല്ലാത്ത മറ്റു വല്ലതിനെയും മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല. മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരുടെ കൂടെ ഉൾപ്പെടുകയും ചെയ്യും. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിൽ പണ്ടാരമടങ്ങും. പണ്ടാരടങ്ങുക എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് സംഭവിക്കും. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടണം, രക്ഷ വേണം, മോക്ഷം വേണം, സ്വർഗം വേണം എന്നൊക്കെ ആഗ്രഹിക്കണവര് വെറുതെ നന്മയും തിന്മയും നോക്കി നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഓടിപ്പോയിക്കോ, ഷഹാദത്ത് കലിമ ചൊല്ലിക്കോ, ഷിർക്കിൽ നിന്ന് ഒഴിവായിക്കോ, ഖുർആൻ അനുസരിച്ചോ, മുഹമ്മദിനെ അനുധാവനം ചെയ്തോളൂ. അത് മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗം. ഇത് ഖുർആനിലുള്ളതാണ്. ഇതാണ് ഇസ്ലാം. ഇനി വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മുസ്ലിം ആയാലുള്ള ഒരു ബോണസ് കൂടി പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞല്ലോ നിസ്കാരക്കാരാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുകയെന്ന്. പക്ഷേ നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ പേരിലോ തെറ്റുകൾ ചെയ്തതിന്റെ പേരിലോ പല പ്രശ്നങ്ങൾ കൊണ്ട് നരകത്തിലെത്തപ്പെട്ട മുസ്ലിങ്ങളെ സംബന്ധിച്ച്, മുഅ്മിനുകളെ സംബന്ധിച്ച് അവർ ഷിർക്ക് ചെയ്തിട്ടില്ല, മറ്റു ദൈവത്തെ ആരാധിച്ചിട്ടില്ല, അള്ളാഹുവിനൊപ്പം പങ്കുകാരെ ചേർത്തിട്ടില്ല എങ്കിൽ അവർക്കൊരു എക്സ്ട്രാ പ്രിവിലേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ, കാരണം ഇത് അന്ത്യമില്ലാത്ത അന്തമില്ലാത്ത ഒരു ജീവിതമാണല്ലോ, ബാക്കി മരണമില്ലാത്ത ജീവിതമാണല്ലോ. അതിൽ ആദ്യകാലത്ത് നരകത്തിലിട്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്തതിനുള്ളതും, നിങ്ങൾ ക്യാരം ബോർഡ് കളിച്ചതിനുള്ളതും, നിങ്ങൾ സിനിമ ടാക്കീസിൽ പോയതിനുള്ളതും ഒക്കെയുള്ള ശിക്ഷകളൊക്കെ തന്ന് അതിനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞൊരു വെള്ളം ഉണ്ട്, അതിലങ്ങ് മുക്കി സ്വർഗത്തിലേക്ക് ഒരൊറ്റ എറിയും. എന്തിന്റെ പേരില? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നതിന്റെ പേരിൽ. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്ത തിന്മകളുടെ പാപം നരകത്തിൽ ശിക്ഷയായി അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളെ നരകത്തിൽ നിന്നെടുത്ത് സംസം വെള്ളത്തിൽ മുക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് വിശ്വാസികളിൽ പ്രചാരത്തിലുള്ള വിശ്വാസമാണ്, ഇസ്ലാമിലുള്ള വിശ്വാസമാണ്. അതേ സമയത്ത് തിരിച്ച് ഒരാൾ എത്ര നന്മ ചെയ്താലും ഒരു കുറ്റവും കുറവുമില്ലാതെ ഒരു സമൂഹത്തിന് ഒരാൾക്ക് ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചാലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, മീൻസ് അള്ളാഹു എന്ന ദൈവത്തെ വിശ്വസിക്കാത്തതിന്റെ പേരിലോ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ദൈവത്തെയാണ് ദൈവം എന്ന് കരുതി ആരാധിച്ചിരുന്നത്, ഭയപ്പെട്ടിരുന്നത് എങ്കിലോ അവൻ ചെയ്ത സകല കർമ്മങ്ങളും നന്മകളും പ്രതിഫലമില്ലാതെ വിഫലമായി പോകുമെന്നും അവർ കാലാകാലം നരകത്തിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കും എന്നും ആണ് ഇസ്ലാമിന്റെ സങ്കല്പം. ഇതുകൊണ്ടാണ് ഇസ്ലാം ഈ വിഷയത്തിൽ എതിർക്കപ്പെടുന്നത്. അക്ബർ സാഹിബിന് അത് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിബിന് മനസ്സിലാവാത്തതുകൊണ്ടോ സാഹിബിന് പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നല്ല, അറിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ്.